എല്ലാവർക്കും റൂട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗിനേഴ്സ് റോബോട്ടാണ്. കമ്പോണൻസ് എല്ലാം ഉണ്ടെങ്കിൽ വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത ഒരു ചീപ്പായിട്ടൊരു റോബോട്ടാണ്. ഈ റോബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആകെപ്പാടെ വേണ്ടത് ഒരു ബ്രെഡ് ബോർഡ്, ഒരു ഒർഡിനോ ബോർഡ്, അതേത് ഒർഡിനോ ബോർഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഒരു L293 3D മോട്ടോർ ഡ്രൈവർ IC, ഒരു ബാറ്ററി, പിന്നെ കുറച്ച് കണക്റ്റിംഗ് വയേഴ്സ്, പിന്നെ ഒരു റോബോട്ട് ഷാസി. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോബോട്ട് ഷാസി യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഇലക്ട്രോണിക്സ്, ഓർഡിനോ, ഹോം ഓട്ടോമേഷൻ, റോബോട്ടിക്സ് ഇതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരുപാട് ഓർഡിനോ പ്രോജക്ട്സുകളും റോബോട്ടിക്സ് ട്യൂട്ടോറിയൽസും എല്ലാവർക്കും സിമ്പിളായി മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം വളരെ രസകരമായിട്ട് അടിച്ച് പൊളിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ റോബോട്ട് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഓൺലൈനായിട്ട് വാങ്ങിയ ഒരു റോബോട്ട് ബോഡിയാണ്. ഇതിനകത്ത് മെയിനായിട്ടുള്ളത് 2 സൈഡിൽ കാണുന്ന ഈ 2 വീൽസാണ്. ഈ 2 വീൽസും 2 മോട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ മോട്ടറിൽ കണക്ട് ചെയ്ത വീൽസ് വെച്ചിട്ടായിരിക്കും നമുക്കിഷ്ടമുള്ള രീതിയിൽ ഈ റോബോട്ടിനെ ഓടിക്കുന്നത്. 2 വീലും ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് റോബോട്ട് മുഴുവനായിട്ട് ഫ്രണ്ടിലോട്ട് പോകും. അതുപോലെ 2 വീലും ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് റോബോട്ട് മുഴുവനായിട്ട് ബാക്കിലോട്ട് വരും. ഇനി റൈറ്റിലെ വീൽ അനങ്ങാതെ ലെഫ്റ്റിലെ വീൽ മാത്രം ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് റോബോട്ട് റൈറ്റിലേക്ക് തിരിയും. അതുപോലെ തന്നെ ലെഫ്റ്റിലെ വീൽ അനങ്ങാതെ റൈറ്റിലെ വീൽ ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് റോബോട്ട് ലെഫ്റ്റിലേക്ക് തിരിയും. ഇനി 2 മോട്ടറും 2 ഡയറക്ഷനിൽ കറങ്ങുന്ന സമയത്ത്, അതായത് ഒന്ന് ക്ലോക്ക് വൈസ് മറ്റേത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് റോബോട്ടിൻ്റെ ടേണിംഗ് വളരെ സഡൻ ആയിരിക്കും. ഈ ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മൾ റോബോട്ടിക്സിൽ 2 വീലുള്ള റോബോട്ടുകളെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഓടിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എവിടെ സംശയം വന്നാലും, ഈ പ്രോജക്റ്റ് എന്നല്ല ഏത് ഇലക്ട്രോണിക് പ്രോജക്ട്സ് ചെയ്യുമ്പോൾ സംശയം വന്നാലും നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തും ചോദിക്കാം. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ വീലുകളിൽ കണക്ട് ചെയ്തിരിക്കുന്ന DC മോട്ടർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ DC മോട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 2 ഡയറക്ഷനിലേക്കും കറങ്ങും, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും. DC മോട്ടറിന് ബേസിക്കലി 2 ടെർമിനലാണുള്ളത്. ടെർമിനൽ A, ടെർമിനൽ B. എയിൽ പോസിറ്റീവും ബിയിൽ നെഗറ്റീവും കൊടുക്കുന്ന സമയത്ത് മോട്ടോർ ക്ലോക്ക് വൈസ് കറങ്ങുകയാണെങ്കിൽ ബിയിൽ നെഗറ്റീവും എയിൽ പോസിറ്റീവും കൊടുക്കുന്ന സമയത്ത് മോട്ടോർ ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. കണ്ടില്ലേ? വളരെ സിമ്പിളാണ്. ജസ്റ്റ് ടെർമിനൽ മാറ്റി കൊടുത്താൽ മാത്രം മതി. പക്ഷേ ഒരു റോബോട്ടിൻ്റെ കേസിൽ നമുക്കെപ്പോഴും റോബോട്ടിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ടെർമിനൽ മാറ്റി കണക്ട് ചെയ്യുന്നത് നടക്കുന്ന കാര്യമല്ല. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു സിമ്പിൾ സർക്യൂട്ട് യൂസ് ചെയ്യും. ആ സർക്യൂട്ടിൻ്റെ പേരാണ് H-ബ്രിഡ്ജ്. ഇത് നമ്മുടെ എല്ലാ റോബോട്ടുകളിലും നമ്മൾ പോലും അറിയാതെ യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഈ കാണുന്നതാണ് ഒരു സിമ്പിൾ H-ബ്രിഡ്ജ് സർക്യൂട്ട്. ഇതിനകത്ത് മെയിനായിട്ട് 4 സ്വിച്ചാണുള്ളത്. S1, S1', S2, S2'. പിന്നെ ഇവിടെ എനേബിൾ എന്ന് പറയുന്നൊരു സ്വിച്ചും കൂടെ കാണുന്നില്ലേ? തൽക്കാലം അത് ഓണായി കിടക്കട്ടെ, അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. ഇതിൽ S1ഉം S2ഉം ആയിരിക്കും നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചസ്. S2' എന്ന് പറയുന്നത് S2ൻ്റെ കോംപ്ലിമെൻറ്റും S1' എന്ന് പറയുന്നത് S1ൻ്റെ കോംപ്ലിമെൻറ്റും ആയിരിക്കും. അതായത് S1 0 ആണെങ്കിൽ S1 ബാർ 1ഉം S1 1 ആണെങ്കിൽ S1 ബാർ 0യും ആയിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും S2ഉം S2 ബാറും. ഇതിൻ്റെ നടുക്ക് നമ്മളൊരു മോട്ടറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ മുഴുവനായിട്ട് പവർ ചെയ്യുന്നത് നമ്മുടെ 9 വോൾട്ട് ബാറ്ററി വെച്ചിട്ടാണ്. ആദ്യം നമുക്ക് S1 ക്ലോസ് ചെയ്ത് S2 ഓപ്പൺ ചെയ്തിട്ട് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. S1 ക്ലോസ് ആവുന്ന സമയത്ത് S1' ഓപ്പൺ ആകും. കാരണം S1' എന്ന് പറയുന്നത് S1ൻ്റെ ഓപ്പോസിറ്റ് ആണ്. അതുപോലെ S2 ഓപ്പൺ ആവുന്ന സമയത്ത് S2' ക്ലോസ് ആവും. അപ്പോൾ ആ സമയത്തുള്ള സർക്യൂട്ടാണ് ഈ കാണുന്നത്. കറണ്ട് 9 വോൾട്ട് ബാറ്ററി വഴി എനേബിൾ സ്വിച്ച് വഴി S1ലൂടെ മോട്ടോറിൻ്റെ A ടെർമിനൽ വഴി B ടെർമിനലിലൂടെ S2' ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലോട്ട് പോകും. ഇപ്പോൾ നമ്മുടെ മോട്ടോർ നോക്കുകയാണെങ്കിൽ മോട്ടോറിൻ്റെ ടെർമിനൽ എന്ന് പറയുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കും മോട്ടോറിൻ്റെ ടെർമിനൽ B എന്ന് പറയുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കുമാണ് കണക്റ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മോട്ടോർ ഇപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കറങ്ങുന്നത്. ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ടിൻ്റെ S1 ഓപ്പൺ ചെയ്യുകയും S2 ക്ലോസ് ചെയ്യുകയും ചെയ്യാം. S1 ഓപ്പൺ ആവുന്ന സമയത്ത് S1' ക്ലോസ് ആവുകയും S2 ക്ലോസ് ആവുന്ന സമയത്ത് S2' ഓപ്പൺ ആവുകയും ചെയ്യുന്നു.
ആ സമയത്തുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ വഴി, എനേബിൾ സ്വിച്ച് വഴി, S2 സ്വിച്ച് വഴി, ടെർമിനൽ ബിയിലൂടെ മോട്ടോറിൽ കയറി ടെർമിനൽ എയിലൂടെ ഇറങ്ങി S1 ഡാഷ് വഴി ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകുന്നു. ഇപ്പോൾ നമുക്ക് നോക്കിയാലറിയാം, മോട്ടോറിൻ്റെ ടെർമിനൽ ബി ആണ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്റ്റ് ആയിരിക്കുന്നത്. മോട്ടോറിൻ്റെ ടെർമിനൽ എ ആണെങ്കിൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്റ്റ് ആയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മോട്ടോർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നു, നേരത്തെ സംഭവിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി S1ഉം S2ഉം ഒരുമിച്ച് ഓപ്പൺ ആവുന്ന സമയത്ത് S1 ഡാഷും S2 ഡാഷും ഒരുമിച്ച് ക്ലോസ് ആകുന്നു. പക്ഷേ നമ്മുടെ സർക്യൂട്ട് ഇപ്പോൾ ഓപ്പൺ ആണ്, എന്ന് വെച്ചാൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറണ്ടിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകാൻ വഴിയൊന്നുമില്ല. അതുകൊണ്ട് മോട്ടോർ കറങ്ങാതെ ഓഫ് ആയിരിക്കും. ഇതേ അവസ്ഥ തന്നെയാണ് S1ഉം S2ഉം ഒരുമിച്ച് ക്ലോസ് ആയിരിക്കുന്ന സമയത്ത്. S1ഉം S2ഉം ക്ലോസ് ആവുന്ന സമയത്ത് S1 ഡാഷും S2 ഡാഷും ഓപ്പൺ ആയിരിക്കും. അപ്പോഴും സർക്യൂട്ട് ഓഫ് ആയിരിക്കും, മോട്ടോർ കറങ്ങത്തില്ല. അപ്പോൾ നമ്മുടെ റോബോട്ടുകളിൽ ഹെസ്പ്രിഡ് സർക്യൂട്ട് വെച്ചിട്ട് എങ്ങനെയാണ് DC മോട്ടറിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? മനസ്സിലായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അടിക്കാൻ മറക്കണ്ട. ഈ സ്വിച്ചുകൾ എന്ന് പറയുന്നത് നമുക്ക് എന്ത് സ്വിച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. വേണമെങ്കിൽ പുഷ് ബട്ടൺ സ്വിച്ച് യൂസ് ചെയ്യാം, ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മോസ്ഫെറ്റ് യൂസ് ചെയ്യാം. ഈ സ്വിച്ചസിനെ നമുക്ക് 5 വോൾട്ട് അല്ലെങ്കിൽ 0 വോൾട്ട് സപ്ലൈ ചെയ്ത് ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. ഇതുപോലത്തെ 2 ഹെസ്പ്രിഡ് സർക്യൂട്ടുള്ള ഒരു മോട്ടോ ഡ്രൈവർ IC ആണ് L293D മോട്ടോ ഡ്രൈവർ IC. 2 DC മോട്ടോഴ്സിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോ ഡ്രൈവർ IC ആണ് L293D മോട്ടോ ഡ്രൈവർ IC. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതിനകത്ത് 2 VCC ഉണ്ട്. പിൻ നമ്പർ 16ൽ VCC 1ഉം പിൻ നമ്പർ 8ൽ VCC 2ഉം. പിൻ നമ്പർ 8 അല്ലെങ്കിൽ VCC 2ലാണ് നമ്മൾ മോട്ടോറിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വോൾട്ടേജ് കൊടുക്കുന്നത്. നമ്മുടെ കേസിൽ 9 വോൾട്ട് VCC 2ലായിരിക്കും കണക്ട് ചെയ്യുന്നത്. VCC 1 അല്ലെങ്കിൽ പിൻ നമ്പർ 16ൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് 5 വോൾട്ട് ആയിരിക്കും. ഈ 5 വോൾട്ട് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു IC വർക്ക് ചെയ്യുന്നത്. അത് കൂടാതെ ഇതിന് 4 ഗ്രൗണ്ട് പിന്നു കൂടിയുണ്ട്. ഈ മോട്ടറിൻ്റെ ഓരോ സൈഡ് ഉപയോഗിച്ച് നമുക്ക് ഓരോ മോട്ടറിനെ കൺട്രോൾ ചെയ്യാം. ലെഫ്റ്റ് സൈഡ് ഉപയോഗിച്ചിട്ട് മോട്ടോർ 1ഉം റൈറ്റ് സൈഡ് ഉപയോഗിച്ചിട്ട് മോട്ടോർ 2ഉം. പിൻ നമ്പർ 2ഉം 7ഉം കണ്ടില്ലേ? ഇത് രണ്ടുമാണ് നമ്മൾ നേരത്തെ കണ്ട സ്വിച്ചസ് S1ഉം S2ഉം. ഈ S1ലും S2ലും നമ്മൾ 0ഉം 1ഉം കൊടുക്കുന്നതിനനുസരിച്ച് നേരത്തെ കണ്ടതുപോലെ മോട്ടോറിൻ്റെ ടെർമിനലിലുള്ള വോൾട്ടേജ് കൺട്രോൾ ചെയ്ത് മോട്ടോറിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഔട്ട്പുട്ട് 1, ഔട്ട്പുട്ട് 2. ഇവിടെ ആയിരിക്കും നമ്മുടെ മോട്ടോറിൻ്റെ 2 ടെർമിനൽ കണക്ട് ചെയ്യുന്നത്. ടെർമിനൽ A ഔട്ട്പുട്ട് 1ൽ, ടെർമിനൽ B ഔട്ട്പുട്ട് 2ൽ. പിന്നെ ഉള്ളത് എനേബിൾ എന്ന് പറയുന്നൊരു പിന്നാണ്. ഈ എനേബിൾ എന്ന് പറയുന്ന പിന്നാണ് ഈ ഒരു സ്വിച്ച്. ഈ സ്വിച്ച് ഓൺ ആണെങ്കിൽ മാത്രമേ ബാക്കി സർക്യൂട്ടിലേക്ക് വോൾട്ടേജ് പോകത്തുള്ളൂ, അതുപോലെ മോട്ടറും കറങ്ങത്തുള്ളൂ. എന്ന് വെച്ചാൽ എനേബിൾ 0 ആക്കിയിട്ട് നമ്മൾ S1ലും S2ലും എന്തൊക്കെ ഇൻപുട്ട് കൊടുത്താലും മോട്ടർ കറങ്ങത്തില്ല. ഇനി ഈ പിന്നിൻ്റെ വേറൊരു ഉപയോഗം എന്ന് പറയുന്നത്, നമുക്ക് ഇതിനകത്ത് പൾസ് വിഡ്ത് മോഡുലേറ്റഡ് അല്ലെങ്കിൽ PWM സിഗ്നൽസ് കൊടുത്തിട്ട് ഒരു DC മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ റോബോട്ടിന് അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതേപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡിലുള്ള മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഒരൊറ്റ ചോദ്യം കൂടെ ബാക്കിയുള്ളൂ. നമ്മൾ എങ്ങനെയായിരിക്കും S1, S2 എന്ന ഈ 2 സ്വിച്ചുകളെ കൺട്രോൾ ചെയ്യുന്നത്? അതിനാണ് നമ്മൾ ആർഡിനോ ഉപയോഗിക്കുന്നത്. നമ്മൾ മോട്ടോർ 1ൻ്റെ S1, S2ഉം മോട്ടോർ 2ൻ്റെ S1, S2ഉം ആർഡിനോയിലേക്ക് കണക്ട് ചെയ്യുന്നു. അത് കൂടാതെ തന്നെ എനേബിൾ 1ഉം എനേബിൾ 2ഉം ആർഡിനോയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി ആർഡിനോ ഉപയോഗിച്ച് ഈ 6 സ്വിച്ചുകളെയും കൺട്രോൾ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ സർക്യൂട്ടിൻ്റെ സമ്മറി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഗൈസ്, നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് കൂടെ ഉണ്ട്, ഞാൻ പറയാൻ മറന്നുപോയി. അടുത്ത ആഴ്ച മുതൽ നമ്മൾ ഫ്രീ ഗിവ് അവേ പിന്നെയും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഓരോ ആഴ്ചയും നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന 4 സബ്സ്ക്രൈബേഴ്സിനെ സെലക്ട് ചെയ്ത് പ്രോജക്റ്റ് ചെയ്യാൻ ഫ്രീ ആയിട്ട് PCB കൊടുക്കുന്നതായിരിക്കും. സോ നമ്മുടെ വീഡിയോസ് മാക്സിമം ഫ്രണ്ട്സിനടുത്ത് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഇനിയും ഇതുപോലെ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു 9 വോൾട്ട് ബാറ്ററി ഉണ്ട്, ഒരു ആർഡിനോ നാനോ ഉണ്ട്, ഒരു L293D മോട്ടോ ഡ്രൈവർ IC ഉണ്ട്. ഈ L293D മോട്ടോ ഡ്രൈവർ ICയുടെ 2 പെയർ ഔട്ട്പുട്ടിൽ നമ്മൾ 2 മോട്ടോർ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 2 മോട്ടോറും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനേബിൾ പിൻസ്, അതായത് EN1 ആൻഡ് EN2 നമ്മുടെ ആർഡിനോയുടെ ഡിജിറ്റൽ പിൻസായ D9ലും D10ലും കണക്ട് ചെയ്തിട്ടുണ്ട്.
എന്നിട്ട് ആദ്യത്തെ മോട്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചസ്, അതായത് S1A-യും S2A-യും അർഡുനോയുടെ ഡിജിറ്റൽ പിൻസായ D4-ലും D5-ലും, അതുപോലെ രണ്ടാമത്തെ മോട്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചസ്, അതായത് S1B-യും S2B-യും നമ്മൾ അർഡുനോയുടെ ഡിജിറ്റൽ പിൻസായ D6-ലും D7-ലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അർഡുനോയെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് 9 വോൾട്ട് ഡയറക്റ്റ് നമ്മൾ VIN പിന്നിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. VIN-ൽ 9 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് അർഡുനോയുടെ 5 വോൾട്ട് എന്ന് പറയുന്ന പിന്നിൽ റെഗുലേറ്റഡ് 5 വോൾട്ട് പവർ സപ്ലൈ നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ 5 വോൾട്ട് നമ്മൾ L293-യുടെ പിൻ നമ്പർ 16ലേക്ക് കണക്ട് ചെയ്യുന്നു. ആ 5 വോൾട്ട് വെച്ചിട്ടായിരിക്കും IC വർക്ക് ചെയ്യുന്നത്. പിന്നെ പിൻ നമ്പർ 8ലേക്ക് 9 വോൾട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യും. ആ 9 വോൾട്ട് വെച്ചിട്ടായിരിക്കും ഈ മോട്ടോറിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ബാക്കിയുള്ളൂ. അർഡുനോയെ പ്രോഗ്രാം ചെയ്ത് S1A, S2A, S1B, S2B, EN1, EN2 ഇതിനെ കറക്റ്റ് സമയത്ത് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. ഈ കാണുന്നതാണ് നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള കോഡ്. നിങ്ങൾക്ക് അർഡുനോ കോഡിംഗ് അറിയില്ല അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത നമ്മുടെ വീഡിയോ കാണുക. അതിനകത്ത് അർഡുനോയെ പറ്റിയും അർഡുനോ പ്രോഗ്രാമിങ്ങിനെ പറ്റിയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് രസകരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാൻ മറക്കണ്ട. അപ്പോൾ ഈ കോഡിന്റെ സെറ്റപ്പ് ഫംഗ്ഷനിൽ പിൻ നമ്പർ 4, 5, 6, 7, 9, 10 അതായത് നമ്മുടെ L293D മോട്ടോ ഡ്രൈവർ IC-യിലോട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ പിന്നുകളും ഔട്ട്പുട്ട് പിന്നാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ സീരിയൽ കണക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. പിന്നെ താഴെ നോക്കിയാൽ അറിയാം 5 ഫംഗ്ഷൻ ഉണ്ട്: ഫോർവേഡ്, ബാക്ക്വേർഡ്, ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് സ്റ്റോപ്പ്. ഈ ഫംഗ്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ L293D മോട്ടോ ഡ്രൈവറിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നുകൾ വെച്ചിട്ട് സ്വിച്ചസ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ നോക്കാം. ആദ്യം കാണുന്ന ഫോർവേഡ് ഫംഗ്ഷൻ നോക്കിയേ. അതിനകത്ത് നമ്മൾ 2 എനേബിൾ പിൻ, അതായത് D9, D10 ഹൈ ആക്കി വെക്കുന്നു. അപ്പോൾ 2 ഹെച്ച് ബ്രിഡ്ജും ഓൺ ആകുന്നു. പിന്നെ 2 മോട്ടറിൻ്റെയും S1 ഓഫ് ആക്കുന്നു, S2 ഓൺ ആക്കുന്നു. ആ സമയത്ത് 2 മോട്ടറും ക്ലോക്ക് വൈസ് കറങ്ങുന്നു. 2 മോട്ടറും ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ റോബോട്ട് മുഴുവനായിട്ട് ഫോർവേഡ് പോകുന്നു. ഇനി ബാക്ക്വേർഡ് ഫംഗ്ഷൻ, അതിനകത്ത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് S1 ഓൺ ആക്കുന്നു, S2 ഓഫ് ആക്കുന്നു 2 മോട്ടറിൻ്റെയും. അപ്പോൾ 2 മോട്ടർ ഒരേ സമയം ബാക്കിലോട്ട് കറങ്ങുന്നു. ആ സമയത്ത് റോബോട്ട് മുഴുവനായിട്ട് ബാക്കിലോട്ട് പോകുന്നു. ഇനി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻസിൽ നമ്മൾ ഓരോ എനേബിൾ പിൻ ഓഫ് ചെയ്ത് ഓരോ ഡയറക്ഷനുള്ള ഹെച്ച് ബ്രിഡ്ജ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഓരോ മോട്ടർ ഓഫ് ആകുന്നു. എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഫംഗ്ഷനിൽ ലെഫ്റ്റ് മോട്ടോർ ഓഫ് ആകുന്നു, റൈറ്റ് മോട്ടോർ കറങ്ങുന്നു. അപ്പോൾ റോബോട്ട് മുഴുവനായിട്ട് ലെഫ്റ്റിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ റൈറ്റിലും റൈറ്റ് ഫംഗ്ഷനിൽ റൈറ്റ് മോട്ടോർ ഓഫ് ആകുന്നു, ലെഫ്റ്റ് മോട്ടോർ കറങ്ങുന്നു. അപ്പോൾ റോബോട്ട് മുഴുവനായിട്ട് റൈറ്റിലോട്ട് തിരിയുന്നു. ഇനിയുള്ളത് സ്റ്റോപ്പ് ഫംഗ്ഷൻ. സ്റ്റോപ്പ് ഫംഗ്ഷനിൽ നമ്മൾ 2 എനേബിൾ പിന്നും ഓഫ് ആക്കുന്നു. എന്ന് വെച്ചാൽ 2 ഹെച്ച് ബ്രിഡ്ജും വർക്കാവുന്നില്ല. അപ്പോൾ താഴെ നമ്മൾ S1, S2-ൽ എന്ത് വാല്യൂ കൊടുത്തിട്ടും കാര്യമില്ല, റോബോട്ട് മുഴുവനായിട്ട് സ്റ്റോപ്പ് ആവും. ഇനി നമുക്ക് ലൂപ്പ് ഫംഗ്ഷനിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ റോബോട്ടിനെ ഓടിക്കാം. ഇപ്പോൾ ഈ പറയുന്ന പ്രോഗ്രാം അനുസരിച്ചിട്ട് 1 സെക്കൻഡ് ഫോർവേഡ് പോകുന്നു, 1 സെക്കൻഡ് സ്റ്റോപ്പ് ആകുന്നു, ഇനി 1 സെക്കൻഡ് ബാക്കിലോട്ട് പോകുന്നു, 1 സെക്കൻഡ് സ്റ്റോപ്പ് ആകുന്നു, 500 മില്ലി സെക്കൻഡ് ലെഫ്റ്റിലേക്ക് തിരിയുന്നു, 1 സെക്കൻഡ് സ്റ്റോപ്പ് ആകുന്നു, 500 മില്ലി സെക്കൻഡ് റൈറ്റിലേക്ക് തിരിയുന്നു, 5 സെക്കൻഡ് സ്റ്റോപ്പ് ആകുന്നു. പിന്നെ ഇത് മുഴുവൻ ലൂപ്പ് ഫംഗ്ഷനിലായതുകൊണ്ട് ഇത് മുഴുവൻ ഒന്നേന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി നമ്മുടെ ആർഡിനോ ഐഡിയയിൽ കറക്റ്റ് പോർട്ടും ബോർഡും സെലക്ട് ചെയ്യുക, കോഡ് അപ്ലോഡ് ചെയ്യുക. നമ്മുടെ റോബോട്ട് റെഡി. ഇനി കോഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെ താഴെ വെച്ചാൽ മാത്രം മതി, ഓടിക്കളിക്കുന്നത് കാണാം. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതുപോലെ ഒരു ഓട്ടോണോമസ് റോബോട്ടാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനിയും കട്ടക്കലിപ്പ് പ്രോജക്റ്റുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.